വീണ്ടും മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ എറണാകുളം ആലുവയിൽ മാധ്യമപ്രവർത്തകയുടെ വീടിന് നേരെ ഗുണ്ടാ ആക്രമണം. കലാകൗമുദിയുടെ പ്രാദേശിക ലേഖിക ജിഷ ബാബുവിന്റെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ വാതിലുകളും ജനലുകളും ഇരുചക്ര വാഹനങ്ങളും തല്ലിത്തകർത്തു. സംഭവത്തിൽ 5 പേരെ ആലുവ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് ഇവിടെ എത്തിയ ഒരു സംഘം ആളുകൾ ഈ വീട് നിശേഷം അടിച്ചു തകർക്കുന്നു. വീടിന്റെ പുറത്തെ ചില്ല് ജനാലകളും അതോടൊപ്പം തന്നെ വാതിലും എല്ലാം തന്നെ തല്ലി തകർക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തെ ചില്ലുകൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ വീടിന്റെ ചില്ലുകൾ പൂർണ്ണമായിട്ട് തന്നെ തല്ലി തകർത്തിട്ടുണ്ട്. ഈ സമീപത്ത് ഇവരുടെ ചെടിച്ചട്ടികളും അതോടൊപ്പം തന്നെ കല്ലും എല്ലാം ഉപയോഗിച്ച് ഇത് തീർക്കുകയായിരുന്നു. വീടിനകത്ത് ജിഷയുടെ മകനുണ്ടായിരുന്നു. മകൻ ഈ വിവരം അമ്മയുടെ ഫോണിൽ വിളിച്ച് പറയുമ്പോൾ പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രമാണ് മകന് നേരെയും അതിക്രമം ഉണ്ടാകാതിരുന്നതെന്നാണ് അവർ പറയുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉടലെടുത്ത ഒരു തർക്കം അതാണ് ഈ രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് ബഹളമുണ്ടാകുന്ന രീതിയിലേക്ക് അടക്കം മാറിയത്. ഇതിൽ ഈ ദിവസങ്ങളിൽ പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നുവെങ്കിലും അതിലും നടപടികൾ ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ പോലീസിൽ ആദ്യഘട്ടത്തിൽ നൽകിയ പരാതിയിൽ മൊഴിയെടുക്കുക മാത്രമാണ് ഉണ്ടായെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവരെ വീട്ടിൽ അടുത്തുള്ള കുടുംബ വീടിനോട് ചേർന്ന് താമസിക്കുന്നവരാണ് ഈ രീതിയിൽ അതിക്രമം നടത്തിയത്. അവിടെയും ഒരു തർക്കം ഈ രീതിയിൽ ഉണ്ടായിരുന്നു. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം ഉണ്ടായ ഒരു തർക്കം എന്തായിരുന്നു? ഒരുത്തം വന്നിട്ട് ഒരു വീഡിയോ വെച്ച് ഞാൻ പറഞ്ഞു വീഡിയോ ഇല്ലാന്ന് പറഞ്ഞു. ആ വീഡിയോ ഇല്ലാന്ന് പറയിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഇവന് നേരെ കഴുത്ത കയറി പിടിക്കുന്നു. പകുതി സിറ്റ് ഔട്ടിലും പകുതി അകത്തോട്ട് ഞാൻ വീണു. വീണിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഭാര്യയും മോളും മാത്രമേ ഉള്ളൂ. എനിക്ക് ആൺപിള്ളേരൊന്നും ആരുമില്ല. പിന്നെ മോള് ഗർഭിണിയായിട്ട് ഇപ്പൊ 5-ാം തീയതി അന്ന് ഡേറ്റ് പറഞ്ഞേക്കാണ്, ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞേക്കാണ്. അപ്പൊ അതിന് 3 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാവണം. അപ്പൊ അവര് വന്നിട്ട് പൊക്കി മാറ്റാൻ നോക്കിയിട്ട് മാറ്റാൻ പറ്റണില്ല. അപ്പൊ ഇവര് കരഞ്ഞു, ഒച്ച വെച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോ ഈ അനിയന്റെ മക്കളും അയലക്കാരും അയലക്കത്തുള്ള ആൾക്കാരും എല്ലാവരും വന്ന് കൂടിയിട്ട് ആണ് ഇവനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീട്ടിൽ നിന്ന് ആങ്ങളമാർ ആരൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരും വന്ന് ഇവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അതിന്റെ പെരക്കാത്തിട്ട് അവരാണ് തല്ലിയത്. എന്നിട്ട് തല്ലിയതിന്റെ പേര് തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ തല്ലിയെന്നും പറഞ്ഞുകൊണ്ടാണ് എന്റെ ബാബുവിന്റെ മോൻ തല്ലിയെന്നും പറഞ്ഞുകൊണ്ടാ തല്ലിയത്. അവരാണ് തല്ലത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിട്ടൂല ഇവര് പിടിച്ചു വെച്ച് എന്നെ അകത്ത് തന്നെ എന്റെ മുറ്റത്തൊന്നും ഇറക്കിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് രാത്രി പോലീസ് വന്ന് പരാതി കൊടുത്തിട്ടും പോലീസുകാർ ചെയ്തതല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിനെ ബാധിനെ ഒരേപോലെ കണക്കാക്കി എന്നുള്ളതാണ്. എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുത്ത എന്നെ ഇന്ന് ഉച്ചവരെ നിൽക്കും, അത് കഴിഞ്ഞിട്ട് പിറ്റു ദിവസം ഉച്ചവരെ നിൽക്കും, ഉച്ചവരെ നിന്നിട്ട് പോകും നാളെ വന്നു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ഇവിടെ ചെയ്തത്. അത് തന്നെ, അല്ലാണ്ട് ഞാൻ ഒരു പ്രശ്നത്തിനും പോണ ആളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ജിഷയുടെ ബന്ധുവാണ് പറഞ്ഞതുപോലെ ഈ രീതിയിൽ നിസ്സാരമായ ഒരു കാരണത്തിൽ നിന്ന് ഉടലെടുത്ത തർക്കം അതിൽ വലിയ രീതിയിലേക്ക് ഒരു അതിക്രമത്തിലേക്ക് മാറുന്നു. അന്ന് പോലീസിനോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ടും വേണ്ട രീതിയിൽ ആ പരാതി നടപടികൾ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ പിന്നീട് ഇവരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അതിക്രമം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത് സംബന്ധിച്ച് വീണ്ടും പോലീസിൽ പരാതി ഉന്നയിച്ചു. പക്ഷേ നടപടികളിലേക്ക് വരുന്നില്ല. ഈ ആദ്യം ചെറിയ രീതിയിൽ ആക്രമണം നടത്തിയ സംഘമാണ് പിന്നീട് വലിയ രീതിയിലേക്ക് ഈ രീതിയിൽ വീട് തല്ലി തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം നീങ്ങിയത്. ഇത് ആലുവയിൽ വലിയ രീതിയിൽ ഒരു ഞെട്ടലുണ്ടാക്കുന്നു. നമുക്കൊപ്പം ആലുവ മുനിസിപ്പൽ ചെയർമാൻ ജോൺ കൂടി ചേരുന്നു. എങ്ങനെ ഇതിനെ കാണുന്നത്? പലപ്പോഴും ആലുവയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ പതിവാവുന്നൊരു കാഴ്ചയാണ്. ഇത് വളരെ ഭീകരമായ ഒരു സംഭവമാണ്. ഇവിടെ ഗുണ്ടകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ പോലീസ് നടപടി ഉണ്ടായാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇതിൽ രാഷ്ട്രീയമോ മറ്റു മതമോ ഒന്നുമില്ല. പക്ഷെ ഇത് ചില ഗുണ്ടകൾ ഈ ഡ്രഗ്സൊക്കെ അടിച്ച് അവരുടെ വിവേകം നഷ്ടപ്പെട്ടതുപോലെയുള്ള ചെയ്തികളാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ത്രീയോട് ഒരു ആളും അക്രമം കാണിക്കാൻ പാടില്ല. പക്ഷെ പോലീസിന്റെ നടപടി ശക്തമായാൽ മാത്രമേ ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് സാധ്യതയുള്ളൂ. എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അതിനുള്ള ശരിയായ കേസ് രജിസ്റ്റർ ചെയ്താലേ ഇതിനെ ഭാവിയിലും ഇത് നാട്ടിൽ സമാധാനം പുലർത്താൻ കഴിയുള്ളൂ. വളരെ അടുത്താണ്. പോലീസിൽ പല പ്രാവശ്യം ഈ വീട്ടുടമ പത്രലേഖിക ഇൻഫർമേഷൻസ് കൊടുത്തിരുന്നു. വേണ്ട, ഇപ്പൊ അടിച്ച് പൊളിച്ചതിന് ശേഷം
പോലീസ് വന്ന് കേസെടുക്കാനായിട്ട് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൊഴി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതും അവർ വന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൌരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. അത് പോലീസിന്റെ ഏറ്റവും അനാസ്ഥ എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. കാരണം ഇത്രയും ഭീകരമായൊരു സംഭവം നടന്നിട്ട് ഒരു പോലീസുകാരനെ പോലും ഇവിടെ നിർത്താതെ വീണ്ടും ഈ ഗുണ്ടകൾക്ക് വന്ന് അഴിഞ്ഞാടാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക, അത് വളരെ ശക്തമായ പ്രതിഷേധം. രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് മതചിന്തകളും ഒന്നും കൂടാതെ തന്നെ പ്രതിഷേധം ശക്തമായി ഉയരേണ്ടണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ ഇടവരരുത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. കാരണം ഈ വീട് നിശേഷം തകർത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ഇവിടെ വരുന്ന ആർക്കും തന്നെ കാണാൻ കഴിയുക. അത്ര കണ്ട ഒരു സങ്കടം ഉയർത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. ജിഷ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവം പോലീസ് കൃത്യമായൊരു ഇടപെട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? അതായത് നമ്മള് വിളിച്ച് വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോലീസുകാർ ഇവിടെ വന്നപ്പോൾ ആ പ്രതികൾ പോയിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസും പോയി. പക്ഷെ ഒരു പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് സംഭവം. അത് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമതും വന്ന് ഇതുപോലെ അതിക്രമം ഇവിടെ ചെയ്യില്ലായിരുന്നു. കാരണം ഈ ഇത്തരം നമ്മുടെ മക്കള് ഒരു തെറ്റും ചെയ്യാത്ത പിള്ളേരാണ്. ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഞാൻ ആരോടാ പറയാ? ജീവന് ഭീഷണിയുള്ള തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേർക്ക് ജീവന് ഭീഷണി തന്നെയാണിത്. കാരണം ഇത്രയും മാരകമായിട്ടുള്ള ആയുധങ്ങളാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് ഇവർ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. കാരണം അത് പരാതി നമ്മൾ ഇന്നലെ അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിലല്ല നമ്മളിപ്പോ ഉള്ളത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഇന്നലെ ഇവിടെ പോലീസ് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്നിട്ട് ഇപ്പോഴും ഇവിടെ പോലീസിന്റെ ആവശ്യമാണ്. പക്ഷെ ഈ നേരം വരെ ഇവിടെ പോലീസ് ഇല്ല. ഈ രീതിയിൽ പരാതികൾ ശക്തമാണ്. കൃത്യമായൊരു പോലീസിംഗ് ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇവിടെ എത്തിയ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വീട്ടുടമയായ ജിഷയും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈകാതെ നടപടികളിലേക്ക് തുടങ്ങും. ജിഷ ഇനി സംബന്ധിച്ച് അതായത് ഒരു ജീവന ഭീഷണിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. ആലുവയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് 18.